എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ കർണാടകയിലെ ഉജിരയിലാണ്. ഉജിരയിൽ നമ്മൾ ധർമ്മസ്ഥല കൂടി ചിക്കമംഗ്ലൂർക്കാണ് പോകുന്നത്. നമുക്ക് ചിക്കമംഗ്ലൂരിൽ നിന്നാണ് ലോഡ് കയറ്റേണ്ടത്. ഈ ധർമ്മസ്ഥലയിൽ ഫേമസ് ഒരു ക്ഷേത്രമുണ്ട്, ശ്രീ ധർമ്മസ്ഥല മഞ്ജുനാഥേശ്വര കോളേജ് ഉജിരയിൽ. ഇതൊരു രാമക്ഷേത്രമാണ്. ശ്രീരാമക്ഷേത്ര മഹാസംസ്ഥാനം. ധർമ്മസ്ഥല 2 കിലോമീറ്റർ, സുബ്രഹ്മണ്യം 55 കിലോമീറ്റർ. ആ കൂളൻ്റിനെയാണോ അലാറം കേൾക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് എവിടെയെങ്കിലും നിർത്തിയിട്ടൊന്ന് ഇടയിലെടുത്ത് നിർത്തിയിട്ട് നോക്കാവേ. അതായത് നമ്മുടെ ഫാമിലി മെമ്പറാണ് കേട്ടോ കൈ കാണിച്ചാൽ. ഇവിടെ ഒരുപാട് ഫാമിലി മെമ്പേഴ്സിനെ നമ്മൾ കണ്ടു. അതെ, പിന്നെ കാണാതെ ഇതുപോലെ വണ്ടിയിൽ പോയ വഴിക്കേണ്ട ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ഉറക്കം വരുന്ന സമയത്തൊക്കെ കുറേ പേരെ കണ്ടു. ഒത്തിരി പേരുണ്ട്. പിന്നെ മലയാളികൾ ഒരുപാടുണ്ട് ഈ ഏരിയയിൽ. നമ്മൾ മറ്റേ വഴിക്ക് അവിടുന്ന് വേറൊരു വഴി പോയതായിരുന്നു. പക്ഷേ അവിടെ ഒരു ഘാട്ടുണ്ട്. ആ ഘാട്ട് വലിയ വണ്ടി വിടുകയല്ല, 6 വീൽ വരെയുള്ള വണ്ടികളെ വിടുകയുള്ളൂ. അതുകൊണ്ട് അവിടുന്ന് പിന്നെ നമ്മൾ തിരിച്ച് ഈ ധർമ്മസ്ഥല കൂടി കറങ്ങി അങ്ങ് പോവുക. ഇത് നേത്രാവതി നദിയാന്ന് തോന്നുന്നു ഒഴുകുന്നത്. ഒരു ചെക്ക് ഡാം ഉണ്ട്. ഇങ്ങോട്ട് നല്ല പച്ചപ്പും നല്ല വഴി. നനയ്ക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല, അതുപോലെ ഉണ്ട്. ഇതെല്ലാം കമുകുന്തോട്ട. അതേ കൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ കമുകയിൽ. ശ്രീ ക്ഷേത്ര ധർമ്മസ്ഥല. ഇപ്പോൾ ധർമ്മസ്ഥലയിലേക്ക് വരുന്ന വണ്ടികളാണ് ഇതെല്ലാം. KSRTCകളാണ് ഇതെല്ലാം ഇവിടെ നിർത്തിയേക്കുന്നത്. ഇതേലാണ് ഭക്തർ വരുന്നത്. Gateway of Dharmasthala built by Sri Ratnavarma ഹെഗ്ഡെ. 1966. ഇതാണ് പ്രശസ്തമായ മഞ്ജുനാഥേശ്വര ക്ഷേത്രം ധർമ്മസ്ഥല. അതെ. ധർമ്മസ്ഥലയൊക്കെ നമ്മൾ വരണമെന്ന് ഓർത്തിരുന്ന ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇന്നൊരു ദിവസം വരാം. ഒത്തിരി തീർത്ഥാടകരെത്തുന്നുണ്ട് ഇങ്ങോട്ട്. ഇന്ന് നമ്മൾ ലോഡ് കയറ്റുന്ന സ്ഥലത്തെത്തുമ്പോഴത്തേനും ഒരു സമയമാവും. ഇന്ന് മിക്കവാറും ലോഡ് കയറ്റിച്ചുണ്ടാവും തോന്നുന്നില്ല. നല്ല കൊക്കോത്തോട്ടം. കൊക്കോയ്ക്കകത്ത് തന്നെ തെങ്ങും വെച്ചിട്ടുണ്ട്. 2 വണ്ടി കറക്റ്റ് പോകാനുള്ള വീതിയുള്ളൂ. എന്നിട്ടെല്ലാം വഴിപണി നടക്കുക. നല്ല സമയമെടുക്കും നമ്മൾ ചെല്ലുമ്പോൾ. ഇവിടെ കൃഷികളെല്ലാം കണ്ടോ കേരളം പോലെ തന്നെയാണ്. തെങ്ങ്, കമുക്, റബ്ബർ, വാഴ, പ്ലാവ്, മാവ് എല്ലാം ഉണ്ട്. വഴി വലുതാക്കി പണിയുന്നുണ്ട്. ഇത് ഇവിടെ എല്ലാം പുതിയ പാലമാണ് പണിതുകൊണ്ടിരിക്കുന്നത് നദിയിൽ. അപ്പോൾ നമ്മൾ ഇത്തവണ ഒരു ലോങ് ട്രിപ്പാണ് പോകുന്നത്, ഒരു ഫാമിലി ട്രിപ്പ്. ഞാനും മുത്തും ചേട്ടായും കൂടെ. ഇത്തവണ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇന്നലത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരുന്നില്ല. ഒരു സസ്പെൻസ് ആയിട്ട് നിർത്തിയേക്കുമായിരുന്നു. ഇത്തവണ നമ്മൾ ലോറിയിൽ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പാണ് പോകുന്നത്, നമ്മുടെ നേപ്പാളിലേക്ക്. അതും നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്ക്. അപ്പം പുത്ത ട്രാവൽ വ്ളോഗിന്റെ K2K വുമൺ ട്രക്ക് ട്രെയിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് എൻ്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പാണ്. ഞാൻ ഇതിന് മുന്നേ ഇന്ത്യക്ക് വെളിയിൽ വേറെ എവിടെയും പോയിട്ടില്ല. NH73 കൂടെ നമ്മൾ വന്ന് 75ലേക്ക് കയറി. അവിടുന്ന് ഇതിലേ നമ്മൾ ആദ്യം വന്നാൽ മതിയായിരുന്നു. ആ വഴി എളുപ്പ വഴി നോക്കി പോയതാ. അതെ അതെ, നമ്മൾ ചോദിക്കുന്നവരൊക്കെ ആ വഴിയല്ലേ പറയുന്നത്. അതെന്നാന്ന് വെച്ചാൽ അവർക്ക് അറിയത്തില്ല. അവിടെ വലിയ വണ്ടി കയറ്റി വിടുകയല്ല, 6 വീൽ വരെയുള്ള വണ്ടികളെ. അവിടെ ഒരു ഘാട്ടുണ്ട്. ആ 1-2 വളവ് വീതി കുറവാന്ന്. ഇപ്പം വലിയ വണ്ടി കയറി പോയാൽ അവിടെ ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വിടാത്തത്. മുത്തേ, ഞങ്ങളുടെയും ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് ഈ നേപ്പാളിലേക്കായിരുന്നു. ഇതിപ്പം വന്ന പോലെ തന്നെയുള്ള വഴിയാണ് അങ്ങോട്ട്. എന്തോ ഒരു കമുകുന്തോപ്പാ അല്ലേ ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ കമുകുന്തോപ്പും റബ്ബറുമാണ്. അടയ്ക്ക ഇഷ്ടംപോലെ ലോഡ് കയറുന്ന സ്ഥലം അല്ലേ. എല്ലാ കൃഷിയുണ്ട്. നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേനും രാത്രിയാവും. ഇന്ന് ലോഡ് കയറ്റിയാൽ മതിയായിരുന്നു. ലോഡ് കയറ്റാന്നൊക്കെ പറയുന്നുണ്ട്. അത് ചുമ്മാ പ്രോത്സാഹന സമ്മാനമായിരിക്കും. നമ്മൾ പെട്ടെന്ന് എല്ലാം വേണ്ടി. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് ക്ഷീണമൊക്കെ മാറ്റാൻ കിടന്നുറങ്ങാമല്ലോ. അതെ. എന്നിട്ട് നാളെ ലോഡ് കയറ്റി പോയാൽ സമാധാനത്തോടെ ലോഡ് കയറ്റി പതുക്കെ അങ്ങ് പോയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് രാവിലെ അവിടുന്ന് പോന്നാ മതിയായിരുന്നു. ഇന്നലത്തെ ഉറക്കം കളഞ്ഞ്. അതെ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ആ വഴി അവിടെ വിട്ടിരുന്നെങ്കിലേ നമ്മളൊരു 3:30-4 ആകുമ്പോൾ അവിടെ ചെന്നേനെ. ഇപ്പം 5 മണിയായി. അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് സുഖമായിട്ട് കയറ്റി പോകാമായിരുന്നു. ഇനിയിപ്പം ഈ സന്ധ്യയാകുമ്പോൾ എങ്ങനെ പണിക്കാർ കാണുമോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. കമ്പനിയിലെ കാര്യമായതുകൊണ്ടേ മിക്കവാറും 99% നാളെ കയറ്റാൻ സാധ്യതയുള്ളൂ. പിന്നെ എന്റെ ഒരു ഭാഗ്യം 1% കിടക്കുന്നുണ്ട്. അതെ. അതുകൊണ്ട് ചിലപ്പം
പറയാൻ പറ്റത്തില്ല. അതെ, എങ്ങാനും ബിരിയാണി കുഴപ്പമൊന്നുണ്ടായിരുന്നു. അതെ, നോക്കാം. അല്ല, ഒരു ദിവസം കിടന്നിട്ട് നാളെ കയറ്റിയാലും മതി. അത് മതി, അതായിരുന്നു നല്ലത്. കിടന്ന് സുഖമായിട്ട് ഉറങ്ങായിരുന്നു. അങ്ങനെ മൊത്തം ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് പോവാ. അതും ലോറിയിൽ പോവാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതെ, ഞങ്ങളന്ന് പോയെന്ന് പറഞ്ഞാലേ നേപ്പാളിനകത്തേക്ക് ഒത്തിരി ദൂരം പോയില്ല. 10-15 കിലോമീറ്റർ പോയുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞങ്ങള് മറ്റേ സുമായിക്കാ പോയത്. അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. അത് വേറൊരു വൈബ്. ഓരോ ആൾക്കാരുടെ സമയം നല്ലതാ. അതാ അല്ലല്ല, ലോറിയും കൊണ്ട് പോണായിരുന്നു അന്ന്. നമുക്ക് അങ്ങോട്ട് ലോഡ് കിട്ടിയില്ല അങ്ങോട്ട് കാഠ്മണ്ഡുവിൽ. എത്ര ദിവസം നമ്മളെ ലോഡ് നോക്കിയല്ലേ? കാഠ്മണ്ഡുവിന് ലോഡ് നോക്കി. കാഠ്മണ്ഡുവിന് അങ്ങോട്ട് ഉള്ളിലേക്ക് ലോഡ് വളരെ കുറവാ മിക്കവാറും കിട്ടുന്നത്. അപ്പൊ അങ്ങനെ നോക്കിയിരുന്നപ്പോഴല്ലേ ഇതൊരു ഓട്ടപ്രദക്ഷിണമായിരുന്നു. പെട്ടെന്ന് അതെ, എല്ലാം പെട്ടെന്നായിരുന്നു. രാവിലെ വിളിച്ചായിരുന്നു പോവാൻ റെഡി ആയി. പക്ഷെ എത്ര കിലോമീറ്റർ? നമ്മളൊരു 600-650 കിലോമീറ്റർ കാലി ഓടിയാണ് ഈ ലോഡ് കയറ്റാൻ പോകുന്നത്. സാധാരണ ഇത്ര നിങ്ങള് കാലോടാറില്ല. അതെ, ചിലപ്പോ ഇപ്പം സേലത്തൊക്കെ പോയി ലോഡ് കയറ്റാറില്ലേ? 300-350 കിലോമീറ്റർ. പിന്നെ നമ്മൾ ഒരാഴ്ച ഓർക്കുന്നുണ്ട്, രാജേഷും നമ്മൾ രണ്ടുപേരും നമ്മള് കൽക്കട്ടേന്ന് ഇറക്കിയിട്ട് ഇച്ചാപുരം വന്നേ. അതെന്നാന്ന് ചോദിച്ചാൽ കൽക്കട്ട എന്നുള്ള വാടകയും ഇവിടുന്നുള്ള വാടകയും വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് പറഞ്ഞ പോലൊക്കെ തന്നെയാ ഇതും. പിന്നെ കുറച്ച് സ്ഥലവും കൂടെ കണ്ടുപോരല്ലോ പറഞ്ഞ് അങ്ങനെ. അതെ, ഒരു മൂടലാണല്ലോ അന്തരീക്ഷത്തില്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ഉള്ള ചാൻസ് ഉണ്ട്. മഴ പെയ്യാണ് നല്ലതായിരുന്നു. ലോഡ് കയറ്റുന്ന സമയത്തില്ല. അവിടെ വല്ല ഷെഡ് ഉണ്ടെങ്കിൽ മഴ പെയ്തോട്ടല്ലേ, അല്ലെങ്കിൽ വേണ്ട. സത്യം, ഇവിടെ എല്ലാം ഭയങ്കര കേരളം പോലെ തന്നെ. കേരളം പോലെ തന്നെ ആന്നേ. അത് വീടുകളായിക്കോട്ടെ എല്ലാം. അതുപോലെ തന്നെ മലയാളം ഒരുവിധം എല്ലാവർക്കും അറിയാലോ. മലയാളം സംസാരിച്ചാൽ മതി. അതെ, ഉണ്ട്, എളുപ്പമുണ്ട്. നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം നേപ്പാളിൽ ചെന്നപ്പോൾ നമ്മളെ സ്വീകരിക്കാനായിട്ട് അവിടെ നമ്മുടെ കുട്ടിമാമൻ ഉണ്ടായിരുന്നു. അതെ, കുട്ടിമാമൻ ഓർമ്മയായി. അത് നേപ്പാളിൽ നിന്ന് പറയും പെട്ടെന്ന് പുള്ളിയാണ് നമ്മൾ ഓർക്കുന്നത് അല്ലേ, മനസ്സിലാക്കി പെട്ടെന്ന് വരുന്നത്. പക്ഷെ പുള്ളി സുഖമില്ലാതെ വന്ന് മരിച്ചുപോയി. 1 വർഷമായി, 2 വർഷമായി കാണും അല്ലേ. പിന്നെ നമ്മുടെ പഴയ നേപ്പാൾ വീഡിയോയിലുള്ള ആളുള്ളതുകൊണ്ട് നമുക്കെന്നും കാണാം. അതെ അതെ, കുട്ടിമാമാന്ന് ഞങ്ങൾ ചുമ്മാ തമാശനെ വിളിക്കുന്ന, യഥാർത്ഥ പേര് ഭാസ്കരൻ എന്നാണ്. നമ്മുടെ യോദ്ധ സിനിമയിലെ കഥ പോലെ തന്നെയാണ് പുള്ളി. പുള്ളി ഇവിടുന്ന് ചെറുപ്പത്തിൽ പയ്യന്നൂരുകാരനാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ചെറുപ്പത്തിൽ ഇവിടുന്ന് നേപ്പാളിന് പോയതാ. അവിടെ ചെന്ന് ഒരു നേപ്പാളുകാരിയെ കല്യാണം കഴിച്ച് അവിടെ സെറ്റിലായി. 2 പെൺപിള്ളേരും. ഒരാളുടെ കല്യാണം കഴിഞ്ഞാന്ന് തോന്നുന്നു പുള്ളി മരിച്ചു. അതുകൊണ്ടാണ് ഞങ്ങള് കുട്ടിമാമാന്ന് വിളിച്ചേ. കുട്ടിമാമ, ഞെട്ടിമാമ. ആ കാണുന്ന മല നമുക്ക് കയറേണ്ടതാണോ? ആ മല കയറി പോണമെന്ന് തോന്നുന്നു. അവിടെ നല്ല മഞ്ഞുണ്ടല്ലോ, കോടമഞ്ഞ്. കോട ഇറങ്ങി ഇപ്പോഴേ 5 മണി 5:30 ആയപ്പോഴേ. 5:30 ആയില്ല, 5:15 ആയത്. ഞാൻ പണ്ട് ഓർക്കുമായിരുന്നു ഈ മംഗലാപുരം തൊട്ട് അങ്ങോട്ടുള്ള ഈ സൈഡെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കേരളം പോലെ തന്നെയല്ലേ. ഇഷ്ടംപോലെ ചർച്ചുകളുണ്ട്. വഴിയിൽ 3-4 വലിയ പള്ളികളുണ്ട്. സെന്റ് ജോസഫ് ചർച്ച്. അപ്പൊ നേരത്തെ ഓർക്കുമായിരുന്നു ഇവിടെ എങ്ങാനും വന്ന് കുറച്ച് സ്ഥലം മേടിച്ച് ഇവിടെ എങ്ങാനും താമസിക്കാന്ന് ഓർക്കുമായിരുന്നു. ഒരു കന്നഡക്കാരിയെ കല്യാണം കഴിച്ച് ഇവിടെ സെറ്റിൽ ആയിരുന്നു. അങ്ങനൊന്നുമല്ല, അതിനെ ഇവിടെ താമസിക്കുന്നവരെല്ലാം കന്നഡക്കാരി അല്ലല്ലോ. അല്ല, അങ്ങനെ ആകായിരുന്നല്ലോ. അങ്ങനെ വേണേലും ആകായിരുന്നു. വാഴത്തോപ്പും റബ്ബർത്തോട്ടവും കമുകിൻ തോപ്പും ഒക്കെ ഇതുണ്ടോ ഈ നദിയൊക്കെ നോക്കിയേ. നല്ല തെളിഞ്ഞ വെള്ളം. നമ്മുടെ അഴുതാറ്റിലെ വെള്ളമൊക്കെ പോലെ ഉരുളം കല്ലും. നമ്മളെ ഈ വഴിക്ക് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ, ഒത്തിരി കാലമായി. ഇപ്പോഴാണ് ഓർത്തെ. ഇത് ഇനി നമ്മളൊരു കാട്ട് കയറുക കേട്ടോ. അവിടെ ഒരു കാട്ടുണ്ടായിരുന്നു, അത് ചെറിയ വഴിയാ. അതാണ് എങ്ങനെയാണെങ്കിലും കാട്ട് കയറിയേ നമ്മള് ചിക്കമംഗളൂർ എത്തുള്ളൂ. മേളില് കണ്ട കോടയൊക്കെ കിട്ടുവായിരുന്നെ നല്ലതായിരുന്നു. ഈ ചൂടത്തൊരു ആശ്വാസം. അതെ അതെ, ഇവിടുന്ന് ഘാട്ട് റോഡ് തുടങ്ങാണ്. ചുരം കയറാൻ പോവാ നമ്മള്. ഇപ്പൊ ആ ടാങ്കർ നടന്നു കയറുന്നുണ്ടോ? നമ്മള് നടന്നു കയറും നാളെ തൊട്ട്. അല്ല, നമ്മളിങ്ങോട്ട് വരണ്ട, അവിടുന്ന് വേറെ വഴിക്ക് പോകും. എവിടാണെങ്കിലും കയറ്റം ഉണ്ടല്ലോ. കയറ്റം ഉള്ളടത്ത് ഉണ്ട്. എവിടുന്നാന്നറിയോ? ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് കയറണ നല്ല കയറ്റമുണ്ട്. കാഠ്മണ്ഡുവിലേക്ക് കയറണമെങ്കിൽ. അത് കാഠ്മണ്ഡു എടുക്കാറാകുമ്പോഴാ. ഇങ്ങോട്ട് ചൂട് കുറഞ്ഞല്ലേ? ചൂട് കുറവുണ്ട്. ഇത് വനം കേട്ടോ. ഈ വനത്തിനിടയ്ക്കെല്ലാം കുറച്ച് ആൾതാമസമുണ്ട്, കടകളുണ്ട്. എന്നാൽ ഉള്ളിലേക്കെല്ലാം വനമാണ്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാ, ഗുഡിയാ. നല്ല രസമുണ്ടല്ലേ. വേറെ എവിടെയോ ഓർമ്മ വരുന്നു ഈ സ്ഥലം കണ്ടപ്പോ. പെഞ്ചിന്റെ ഒരു വൈബില്ലേ? പെഞ്ചിന്റെയോ? പെഞ്ചില് പക്ഷെ ഇത്രയും വലിയ മരമില്ല. അല്ല, നമ്മൾ അന്ന് അകത്ത് ട്രക്കിങ്ങിന് പോയിട്ട് അവരിടയ്ക്ക് ചായ കുടിക്കാൻ അതുപോലെ ഒരു ഇതുണ്ട്. നല്ല രസമുള്ള ഒരു റൂട്ടാണ് മംഗലാപുരത്ത് നിന്ന് ഈ ബാംഗ്ലൂരിലേക്ക് വരുന്ന വഴി.
മഴക്കാലത്തൂടെ വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. മഴക്കാലത്ത് നല്ല രസമാണ്. ഞാൻ ഒരു പ്രാവശ്യം കാറും കൊണ്ട് വന്നിട്ടുണ്ട് ഇല്ലേ? അതെ, നിങ്ങളെങ്ങനെ അറിയാനാ? ഞങ്ങളെന്താ പറയാ, ഞാൻ ഒരു പ്രാവശ്യം മംഗലാപുരത്ത് വന്നിട്ട് ബാംഗ്ലൂർ വന്നു. ആരെയും കൊണ്ട് വന്നല്ലേ മുത്തേ? റിലേഷൻഷിപ്പിലല്ല 50-50 ആയിരിക്കണം. ഞാൻ മാത്രം, ഞാൻ ഒറ്റയ്ക്ക്. അമ്മ എവിടെയൊക്കെ പോകുന്ന ഒച്ചക്കറിയല്ലോ, അപ്പൊ അച്ഛൻ പോകുന്ന എവിടെ നമ്മ അറിയണ്ടേ? അമ്മ അറിഞ്ഞില്ലല്ലോ ഞാൻ അറിയണ്ടേ? അതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, അതൊന്നും ഓർക്കാത്തതാ. ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കാറും കൊണ്ട് എനിക്കൊന്നേ. അത് ഞാൻ അറിഞ്ഞിട്ടില്ല മുത്തേ. ഒറ്റയ്ക്കാണോ ആർക്കറിയാം. കൊച്ചാനെയും കൊണ്ട് വെക്കാറും വന്നതാണ്. അല്ല അപ്പൊ ഉറപ്പായ കൊച്ചാ അല്ലായിരുന്നു കൂടെ ഉണ്ടായിരുന്നു. ടൂറിന് പോകാനും അനിയന്റെ കൂടെ പോകാനല്ലേ പ്ലാൻ ചെയ്തത്. എന്നാ അടിപൊളി മലയാന്ന് നോക്കി. അതിലെ ആദ്യം നമുക്ക് അറിയാമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിലെ വലിയ വണ്ടി കയറി പോകത്തില്ലെന്ന് അറിയാമായിരുന്നെങ്കിൽ ഇതിലെ വന്നാൽ മതിയായിരുന്നു. എന്നാ ഇപ്പൊ നമ്മൾ ചെയ്യുന്നതിനെ. മഴക്കാലത്തൊക്കെ ഈ നദിയിൽ കൂടെ ഒക്കെ ഇഷ്ടം പോലെ വെള്ളം വരുന്നതാണ്. ഷിരടി ഘാട്ടാണ് നമ്മളിപ്പോൾ ഈ കയറിക്കൊണ്ടിരിക്കുന്നത്. വേലൂർ റിസർവ് ഫോറസ്റ്റിലൂടെയും കബിനാലെ റിസർവ് ഫോറസ്റ്റിലൂടെയാണ് ഈ ചുരം കടന്നു പോകുന്നത്. നിത്യഹരിത വനങ്ങളാലും ജൈവ വൈവിധ്യങ്ങളാലും സമ്പന്നമാണ് ഈ വനപ്രദേശം. അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ ട്രെക്കിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്, കുറേ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്. ഇപ്പം പിന്നെ വേനൽക്കാലം ആയതുകൊണ്ട് ഈ വാട്ടർഫോൾസിലൊന്നും വെള്ളം കാണും എല്ലായിടത്തും. വാട്ടർഫോൾസ് ഇല്ല ഇപ്പം. അതെ, മഴക്കാലം ആകുമ്പോൾ ഇഷ്ടംപോലെ വാട്ടർഫോൾസ് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന NH75 കൂടാണ്. അതായത് പഴയ NH48 ആയിരുന്നു. ഇപ്പം ആ NH48 ഡൽഹി ചെന്നൈ ഹൈവേക്ക് കൊടുത്ത ആ നമ്പർ ഇപ്പോൾ ഇത് NH75 ആണ്. ഈ NH75 പോർട്ട് സിറ്റിയായ കർണാടകയിലെ മംഗലാപുരത്തു നിന്ന് തുടങ്ങി തമിഴ്നാട്ടിലെ വെല്ലൂരിൽ അവസാനിക്കുന്ന ഒരു ഹൈവേ ആണ്. കർണാടകയിൽ കൂടെയും തമിഴ്നാട്ടിൽ കൂടെയും ആന്ധ്രയിൽ കൂടെയാണ് ഈ ഹൈവേ കടന്നു പോകുന്നത്. ആന്ധ്രയിൽ കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 10-60-70 കിലോമീറ്ററേ ആന്ധ്രയിൽ കൂടെ പോകുന്നുള്ളൂ. അതുപോലെ തന്നെ ഇത് വെസ്റ്റേൺ ഗാർഡ്സിലെ വേലൂർ റിസർവ് ഫോറസ്റ്റിലൂടെയും കബിനാലെ റിസർവ് ഫോറസ്റ്റിലൂടെയാണ് ഈ ചുരം കടന്നു പോകുന്നത്. അതുകൊണ്ടോ ഒരു ബസ് എടുത്തോണ്ട് വരുന്നത്, റിക്കവറി വെഹിക്കിൾ ഒക്കെ എടുത്തോണ്ട് വരുന്നത്. അത് ഇടിച്ചാ കേട്ടോ, അടിച്ചാൽ അതിൻ്റെ ഫ്രണ്ടെല്ലാം പോയി ബസ്സിൻ്റെ. ഓടിച്ചോണ്ട് വരത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെ വലിച്ചോണ്ട് വരുന്നത്. നല്ലൊരു വനമാണ്, നല്ലൊരു റൂട്ടായത്. മഴക്കാലത്തെ മിക്കവാറും മഴയും ഒക്കെ ആയിട്ടൊരു നല്ലൊരു രസമായില്ല വരാൻ. ഞാനൊരു മഴക്കാലത്തായില്ലേ വന്ന്. ആനയൊക്കെ ഉണ്ട് കേട്ടോ. അതെവിടെ ഇതേ ശരിക്കും പറഞ്ഞാൽ വലിയ കുത്ത് കയറ്റമല്ല, സ്ലോപ്പ് ആയിട്ടുള്ള കയറ്റമാണ്. പതുക്കെ പതുക്കെ നമ്മൾ ഹൈറ്റിലേക്ക് കയറി പോവുക. നല്ല വഴിയുവാ. ലോഡും കൊണ്ട് വരുമ്പോഴേ കയറ്റത്തിന്റെ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. അതെ, വണ്ടിയെ ലോഡ് ഉണ്ടെങ്കിലേ അറിയത്തുള്ളൂ. ഇതിപ്പോ കാലി ആയതുകൊണ്ട് വണ്ടി ഇങ്ങനെ പറന്ന് കയറി അങ്ങ് പോകും. ചെറിയ ചെറിയ വളവുകളാണ് മുഴുവനും. മുമ്പേ കണ്ട മഞ്ഞൊന്നും കാണുന്നില്ലല്ലോ, കോട. നമുക്ക് തോന്നിയതാണോ ഇനി? അതൊന്നും അല്ല, അത് വേറെ സൈഡാന്ന് തോന്നുന്നു. തന്നെ പറ്റുക, വണ്ടിക്ക് എന്താ പറ്റിയല്ലോ. പുള്ളി ഊടും കൊണ്ട് നടക്കുന്നു പുറകെ. പൊട്ടായ നല്ലൊരു വനമാണ് കേട്ടോ, നമ്മുടെ അവിടുത്തേക്കെ പോലെ തന്നെ അല്ലേ. നല്ല വലിയ മരങ്ങളൊക്കെ ഉള്ള വള്ളിപ്പടർപ്പുകളുണ്ട് ഇഷ്ടം പോലെ. ഈ വള്ളി കണ്ടില്ലേ, മരത്തേന്ന് ഇതുണ്ടോ? അമ്മയ്ക്ക് കൊച്ചിലെ ഏറ്റവും ഇഷ്ടമുള്ള വിനോദമായിരുന്നു വള്ളിയിൽ നിന്നത്. ഞാൻ മൗഗ്ലിയോ കോരിത്തോട്ടില് വനത്തില്. ഇവിടെ താഴെ ഒരു ഡാമുണ്ട്, ഒരു ഡാം തുറന്നു വിട്ടേക്കാം കുറച്ച്. പണ്ട് നാട്ടിലേ ഈ ഗ്യാസ് ഒക്കെ വരുന്നതിന് മുമ്പ്, ഗ്യാസ് ഉണ്ടെങ്കിലും അന്നൊക്കെ അധികം ഉപയോഗിക്കത്തില്ലല്ലോ. അപ്പൊ വിറകിന് പോകുമല്ലോ അമ്മച്ചിയൊക്കെ. അപ്പൊ ആ കൂടെ പോകും ചുമ്മാ ശനിയും ഞായറും ഒക്കെ. അപ്പൊ കാടിപ്പോയി നല്ല രസമല്ലേ. അന്നേരം ഇങ്ങനെ വള്ളി കാണും, അതെല്ലാം ഇരുന്ന് ഊഞ്ഞാലാടും. പിന്നെ പോരാൻ നേരം ഒരു വിറകുമ്പം തല വെച്ചോണ്ട് പോരും. ഇവിടെ നല്ല വെള്ളം കണ്ടോ പൈപ്പ് കൂടെ വരുന്നേ. ഇപ്പോഴേ ശനിയും ഞായറും ചുമ്മാ ഇരിക്കുകയാണോ? പിള്ളേരൊക്കെ ഫോണെ തോണ്ടിക്കൊണ്ടിരിക്കല്ലേ. നമ്മളെങ്ങോട്ടെങ്കിലും വിളിച്ചാ വരുവോ? അതൊക്കെ അന്ത കാലം, അന്ന് ഫോണൊന്നും ഇല്ലല്ലോ. പക്ഷെ അതൊക്കെ ഒരു രസമായിരുന്നു അന്ന്. അന്നത്തെ പോലെ ഇന്ന് കാട്ടിൽ കയറി കമ്പ് കയറാൻ പോയാലേ ഇടിച്ചാത്തിടും. അതൊരു ശരിയാ, എന്നാലും ആരും അങ്ങനെ പോവല്ലോ. അതെ കണ്ടോ, നടന്ന് കയറി പോന്ന കണ്ടോ പതുക്കെ. ഇച്ചിരി പുറയില്ലേ, നീങ്ങി നിന്നാ മതി. അതെ, തൊട്ട് നിൽക്കണ്ട. കഴിഞ്ഞ ദിവസം നമ്മൾ പോയിച്ച് വന്നപ്പോൾ കണ്ടില്ലേ ഒരു പ്ലൈവുഡ് കയറ്റിയ വണ്ടി. ഇതുപോലെ കയറ്റത്ത് ഗിയർ വീഴാതോ എന്തോ വലിമുട്ടി നിന്നിട്ട് പുറകോട്ടേക്ക് പോകുന്നു. അവിടെ മറിഞ്ഞ കണ്ടായിരുന്നു? മൊത്തം ഇല്ല, ഞാനല്ലേ ഉണ്ടായിരുന്നു. ശരിയാ വണ്ടിയിലിരുന്നല്ലേ. എല്ലാരും ഇല്ല കയറി വരിക. അതെ, ഒരു പോട്ടെ. വലിയ വണ്ടിയാണല്ലോ, ചെറിയ വണ്ടിയാണല്ലോ. നമ്മള് കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്നപ്പം ഇന്നലെ
രാത്രിയിൽ കേറാത്തത്. KSRTC വന്ന പോലെ ഇതുപോലെ വന്നേ KSRTC അന്ന് ഉണ്ടോ ഇന്നലെ ഉണ്ടോ പോന്നെ അങ്ങോട്ട് തിരിച്ചും വളവാണേ. അകലെ വഴി കാണാമെങ്കിൽ നമുക്ക് കയറിപ്പോവാം, പക്ഷെ കാണത്തില്ലാത്തടത്ത് കയറാൻ പാടില്ല. വളം ഉണ്ടെങ്കിൽ ഇവിടെ കയറാം അല്ലേ, വണ്ടിയില്ല ഇതുപോലെ കാണാം. താഴേന്ന് വന്നോ പറഞ്ഞ് വളമൊന്നും അധികം ഇല്ലെന്ന്. ഇപ്പൊ ഇഷ്ടം പോലെ വളമുണ്ടല്ലോ. ഉണ്ട്. അവിടെ എല്ലാം കുറച്ച് സ്ലോപ്പായിട്ടുള്ള ചെറിയ കയറ്റങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെയൊക്കെ നല്ല ഇരുണ്ട വനമാ, നിബിഡ വനം. ലോറികൾ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. എല്ലാം പതുക്കെ 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 ഇങ്ങനെ നടന്ന് പോവാ. എനിക്ക് ആ വണ്ടി കയറി ചെന്നുകൊണ്ട് പടേ പ്രശ്നമായി. ആ കയറ്റം കയറി വന്ന വണ്ടിയും വലിമുട്ടി നിർത്തേണ്ടി വന്നു. ആ പുള്ളി കാലുവണ്ടിക്കാരനാന്ന് തോന്നുന്നു അല്ലേ കയറി ചെന്നാല്. ട്രെയിലറും ടാങ്കറും ഗ്യാസ് ടാങ്കറുകളാണ് മൊത്തം. ഉണ്ടോ വേറൊരു വണ്ടി കയറി ചെന്നേ, ആ പിക്കപ്പേ അവിടെ ഇങ്ങോട്ടൊരു ലോറി ഇറങ്ങി വരിക. ഉണ്ടോ ഗ്യാസ് വണ്ടി. ഇതുപോലെ വളവും കയറ്റാൻ ചെറിയ വണ്ടിക്കാരൊന്നും ഒന്നും നോക്കുന്നില്ല. ഒരു മാർക്കറ്റ് എക്സ്പ്രസ്. കഴിഞ്ഞ ദിവസം സ്റ്റാലിനും കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നില്ലേ, അന്ന് നമ്മള് കേരളം കയറി കഴിഞ്ഞിട്ട് 2 മീൻവണ്ടി കണ്ടേ. ചടി 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 പുള്ളി നിന്ന് ഇന്ന് പോയോ? കൈ കാണിച്ചവിടുന്ന് എനിക്കിത്. നമുക്ക് വണ്ടി ഇല്ലെങ്കിൽ അതിലേ കയറിപ്പോവാം. ഫുള്ളോടിച്ചങ്ങ് എടുത്താൽ മതി. പുറയുന്ന വണ്ടിയുണ്ട്, ഒരു വണ്ടി കൂടെ വരുന്നുണ്ട് കാറ്. ലോറികൾ തന്നെയാ, അതുകൊണ്ടാണ് കേട്ടോ അതായി ബ്ലോക്ക്. കാറുകാരിങ്ങനെ പുറകിൽ നിന്നേ അക്ഷമരായിട്ട് നിൽക്കുക, എന്നിട്ടായി വരുന്നേ. ഇത് പുറകോട്ട് വരുന്നുണ്ട് നിർത്ത്. വീണ്ടും അലാറം അടിക്കുന്നുണ്ടല്ലോ. അതെ അതതിൻ്റെ നമ്മുടെ കൂളൻ ടാങ്കിലൊരു സെൻസറുണ്ട്. ആ സെൻസർ പോയിട്ടാ അപ്പം ടാങ്ക് മാറണം. ചിലപ്പോൾ ഇങ്ങനെ അലാറം കേൾക്കും, പിന്നെ ഇല്ല. ഇപ്പൊ കുറെ നേരമായിട്ട് കുഴപ്പമില്ലായിരുന്നു, വീണ്ടും തുടങ്ങി അല്ലേ. നമ്മളെ ലേഡീസ് എങ്ങാനും ഇപ്പൊ കയറ്റത്തെ നിർത്തിയിട്ട് പുറകോട്ട് പോരുന്നതോ എടുക്കാതെ വരുന്നതോ ഒക്കെ ആണെങ്കിൽ തീർന്നോ. ഒരു ബസ്സുകാരൻ വന്നിട്ട് പറഞ്ഞിട്ട് പോയിട്ടില്ല എന്താ ഉരുണ്ടില്ലെങ്കിൽ ഒന്നും പറയാനില്ല. ഭയങ്കര കളിയാക്കല്. അത് ഞാൻ ഇന്നാളെ വീഡിയോക്കകത്ത് തന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആണുങ്ങളുടെ നിന്ന് വണ്ടി ഓഫായി പോവോ എടുക്കുമ്പോ ഈ പുറകോട്ട് പോയാൽ, ഇപ്പൊ ആ മറ്റേ വണ്ടി 2 വണ്ടി കണ്ടോ അവിടെ പ്രത്യേകിച്ച് പുറകോട്ട് വന്നേ. അതുമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടെന്ന് പറഞ്ഞില്ലേ ഒരു തമിഴ്നാട് വണ്ടി അവിടെ മറിഞ്ഞ്. അതെന്നാ പറ്റുക, വലിമെടുത്ത് നിന്നിട്ട് ഗിയർ ഇട്ടിട്ട് വീഴാതെ ഇങ്ങനെ പുറകോട്ട് പോയി മറിഞ്ഞാണ്. പക്ഷെ ഇത് ആണുങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിയാൽ ആരും ഒന്നും പറയത്തില്ല. സ്ത്രീകൾ ആരെങ്കിലും അത് ഓടിച്ചിട്ട് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ പറയും കണ്ടോ ഓടിക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടാ, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയാന്ന് പറയും. ആ ഒരു ഒറ്റ പോയിന്റിൽ അവരുടെ എൻറ്റയർ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് അങ്ങ് ജഡ്ജ് ചെയ്യും. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, ആരും ഇതിനകത്ത് തികഞ്ഞോരില്ല. നമ്മളിപ്പോ പറയുന്നില്ല നമ്മളെല്ലാം അറിയാവുന്നവരെന്ന് പറയുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ എത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കും, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളും ചില സമയം എടുക്കുമ്പോൾ വണ്ടി നിന്ന് പോവാം, അല്ലെങ്കിൽ കയറത്ത് പുറകോട്ട്, ഇതൊക്കെ സംഭവിക്കും. അതൊന്നും വലിയ കാര്യമൊന്നും അല്ല. ആ കാർ വണ്ടിയൊക്കെ ഇങ്ങനെയുള്ള ചുരം കയറുമ്പോഴാണ് ഒത്തിരി പാട്. ഇത്ര നീളമല്ലേ, അതുപോലെ ഇതുപോലെ വണ്ടി ഇറങ്ങി വരികയല്ലേ, അതൊക്കെ കയറിപ്പോളൂ. ലോഡും വണ്ടി ആയിരുന്നു നമ്മളിപ്പോൾ ഇഴഞ്ഞിഴഞ്ഞ് പതുക്കെ കയറി വന്നേനെ. കാലുവണ്ടി ആയതുകൊണ്ട് പെട്ടെന്ന് കയറിപ്പോവാം. കയറ്റം കയറി നമ്മൾ മലയുടെ ഏകദേശം മുകളിലെത്താറായി. ഇവിടെ ഇച്ചിരി വണ്ടി ഒതുക്കാനൊക്കെ ഇടയുണ്ട്. കാർ വണ്ടിക്കാരെല്ലാം അവിടെ ഒതുക്കുക. ഇവിടെ വഴിപണി നടക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ വീതി കൂട്ടി അപ്പുറത്തോടെ പണിയുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ചെറിയ കടകളൊക്കെ ഉണ്ട്. ലോറിക്കാരെല്ലാം വണ്ടി ഒതുക്കിയിട്ട് ചായ കുളിക്കുകയും ചായ കുടിക്കുകയൊക്കെ. തോടുണ്ട്, ചെറിയ നദിയുണ്ട്. ഇത് നല്ലൊരു മലയാണ്. ഇപ്പം നമ്മൾ എത്ര ഉയരത്തിലേക്ക് കയറി വന്ന് നോക്കിയാൽ താഴെ നോക്കിയാൽ വലിയ മല കണ്ടില്ലേ, അപ്പം അതിൻ്റെ മുകളിലെത്തി. നല്ലൊരു ഹിൽ സ്റ്റേഷൻ അല്ലേ ഈ ചെക്കമംഗളൂര്. അതെ അതെ, പണ്ട് ഇതുപോലുള്ള മംഗലാപുരം വണ്ടിയുടെ ഷേപ്പാണ് അത്. ബോഡി 6 വീൽ വണ്ടി, ടാറ്റയുടെ വണ്ടിയാണ് കൂടുതലും മംഗലാപുരംകാർ എടുത്തോണ്ടിരുന്നത്. അന്ന് ബോംബെ ഓടുന്ന ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു മംഗലാപുരത്തു നിന്ന്. കോട്ടയം എറണാകുളമൊക്കെ വരും. കോട്ടയത്ത് വന്നു പാക്കിംഗ് കേസ് റബ്ബർ പല ഏറ്റി തിരിച്ചു പോകും ബോംബെക്ക്. അങ്ങനെ ഓടുന്ന ഒത്തിരി 6 വീൽ വണ്ടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒട്ടും ഇല്ല. മംഗലാപുരത്ത് വണ്ടികൾ വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓടുന്ന വണ്ടികൾ മംഗലാപുരത്ത് വളരെ കുറവാണ്. ചെറുവണ്ടികളൊന്നും ഇല്ല ഇപ്പം. പിന്നെ പഴയ പോലെ കോട്ടയത്തിന് ഇപ്പം പാക്കിംഗ് കേസും ഇല്ലല്ലോ അവിടെ.
ഇത് ഈ തടിയും കൊണ്ട് ഉണ്ടാക്കിയ ഫ്ലവർ വേസ് അല്ലേ? അതെ. ഇപ്പം നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ, മലയുടെ മുകളിലെത്തി. പക്ഷെ ഇവിടെ മറ്റേ മഞ്ഞൊന്നും ഇല്ലല്ലോ, കോടയൊന്നും കാണുന്നില്ലല്ലോ മുകളിൽ കയറി വന്നിട്ട്. കോടയൊന്നുമില്ല, പക്ഷേ ചൂട് കുറവുണ്ടെന്ന് തോന്നുന്നു. ചൂട് കുറഞ്ഞു. ഇവിടെ തണുപ്പാ. ഇതുണ്ടോ ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ, തനി കേരള സ്റ്റൈലല്ലേ. ഒരു ശിവക്ഷേത്രം. അപ്പം നമ്മൾ ഈ മലയെല്ലാം കയറി വന്നിട്ട് ചെറിയ ഇറക്കം ഇറങ്ങാൻ പോകാം. ഈ കാപ്പിത്തോട്ടം. അതാ. അപ്പം കുടകിന്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ. ഏലം, സോറി, അത് കാപ്പിയാ. ഇടയ്ക്ക് തന്നെ ഏലമല്ല, കമുകിന്റെ കുഞ്ഞായിരുന്നു. ഞാൻ ഓർത്തു അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഏലം വന്നു. സക്ലേഷ്പുര 14 കിലോമീറ്റർ. അതൊരു ഫേമസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആട്ടോ. കോളേജിൽ നിന്നൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ വരുന്ന ഒരു ടോപ്പിക് അത്. ഹസൻ 50 കിലോമീറ്റർ. ഒരു പള്ളി, ആ ചെറിയ കുന്നിന്റെ പുറത്തൊരു പള്ളി. റോഡൊക്കെ വീതി കൂട്ടി പണിത് വരുന്നുണ്ട്. ഹെഗ്ഗഡെ. ഇത് ലയമാണെന്ന് തോന്നുന്നല്ലേ? ലയം പോലെ അല്ലേ. ഒത്തിരി കുടുംബങ്ങളുണ്ട്, എസ്റ്റേറ്റിലൊക്കെ ജോലി ചെയ്യുന്നവരായിരിക്കും. ഇവിടെ എല്ലാം കാപ്പി എസ്റ്റേറ്റാണ്. ഘാട്ടൊക്കെ കയറി മടുത്തില്ല, വേണം ഞാൻ കുറച്ച് ഓടിക്കാം. ഘാട്ട് ഇറങ്ങുമോ? സ്ഥലം ഉള്ളിടത്ത് നിർത്താൻ ഞാൻ. നമ്മൾ ആ കയറി വന്ന കയറ്റമല്ല, ഇങ്ങോട്ട് ഇറങ്ങാല്ലേ. ഇവിടെ ചെറിയ കോടയുണ്ട് കേട്ടോ അല്ലേ, ഒരു മഞ്ഞിന്റെ ഒരു ഇതുണ്ട്, തണുപ്പുണ്ട്. അവിടുന്ന് വണ്ടികൾ കയറി വരും, എന്നിട്ട് ഇവിടുന്ന് ഓട്ടോയ്ക്ക് ഇറങ്ങി പോകാൻ തുടങ്ങും. അതൊക്കെ അങ്ങനെയൊക്കെയാ. കണ്ടില്ലേ, ഐരാവതം കയറി വരാൻ തുടങ്ങിയല്ലേ അതിനൊക്കെ. അതെ, റോഡ് പണി കഴിഞ്ഞ് അവിടുന്ന് മണ്ണ് ഇടിഞ്ഞ് വീണാന്ന് തോന്നുന്നു. അതഞ്ഞ് പിന്നെയും വീതി കൂട്ടാണോന്നും അറിയില്ല. അതെന്നെ പറ്റി, വണ്ടി എന്തോ ബ്രേക്ക് ഡൗൺ ആയോ അതോ ഏറ്റവും വലിയ എന്തോ പറ്റിയ വണ്ടിക്ക്. ഇവിടെ എല്ലാം മലയിടിച്ചിലുള്ള അതിന് ഇടാൻ വേണ്ടി നെറ്റൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ വീതി എടുക്കുന്നുമുണ്ട്. ഇതേ നല്ല കുത്തിറക്കം കേട്ടോ, നമ്മളെ കയറി വന്ന പോലുള്ള കയറ്റം പോലെ അല്ല, അതിലും കുത്തിറക്കമായത്. വേണ്ട, നമുക്ക് അതിലേ അതുവഴി പോവാം, വേറെ വഴിയാണ്. അതിലെ റെയിൽവേ ലൈൻ ഉണ്ട് കേട്ടോ, ടണലായിരിക്കും അല്ലേ. ഇപ്പോഴേ നമ്മൾ വീണ്ടും ആ ഇറക്കം ഇറങ്ങി വന്നു. ലോഡ് വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണ്ട് മണ്ണാ ലോഡ്. കണ്ടോ, ഇതെല്ലാം ഓടിട്ട വീടുകളാണ്, പഴയ വീടുകളാണ്. ഇങ്ങോട്ട് വഴിയൊന്നും പണിയൊന്നും ആയിട്ടില്ല. ഇവിടെ എങ്ങും വണ്ടി ഒതുക്കാനും സ്ഥലമില്ലല്ലോ. നോക്കാം, അപ്പുറത്തോട്ട് വല്ല സ്ഥലം ഉണ്ടാവണം. ശരി, ശരി. അതല്ലേ ഉറങ്ങുന്നു കിടക്കുന്നു. ആകാശം വന്നില്ല, വേറെ വണ്ടിയിൽ പോയി. ഇല്ല, ഇവിടെ ചിക്കമംഗളൂർ ലോഡ് കയറ്റാൻ പോകുന്നു. ഓക്കെ, ശരി. ആ ചേട്ടൻ പുത്തൂര് മംഗലാപുരത്തിനടുത്ത് പുത്തൂരില്ലേ, പുത്തൂര് രജിസ്ട്രേഷൻ 2-3-4 വണ്ടി നമുക്കുണ്ടായിരുന്നു. KA 21A 49 12 ഉണ്ടായിരുന്നു, 49 14 ഉണ്ടായിരുന്നു. 51 KA 21 51 21 51 71. അതെ, 4 വണ്ടിയാണ്. കൺഫ്യൂഷൻ ആയെന്ന് പറഞ്ഞാലേ ഒത്തിരി നാളായതുകൊണ്ട് 2011-12 മോഡൽ വണ്ടികളായിരുന്നു. അങ്ങനെ കാർന്നൂര് വണ്ടി ഓടിക്കാൻ കയറിയിട്ടുണ്ട്. ആരുടെ കാർന്നൂര്? എന്റെ കാർന്നൂര്. ഡാഡി കൂൾ. കാർന്നോത്തി എന്നായിരുന്നു. കാർന്നോത്തി കിടന്ന് ഉറങ്ങി. സക്ലേഷ്പുര 6 കിലോമീറ്റർ. സക്ലേഷ്പുര ടൗണിലേക്കുള്ള റോഡ് വഴി, അത് ലെഫ്റ്റ്. നമ്മൾ നേരെ. നേപ്പാളിലെ റോഡിന്റെ കണ്ടീഷനൊക്കെ നല്ലതായിരുന്നോ? ഇല്ല, നേപ്പാളിലെ വഴി മോശമായിരുന്നു. ഞങ്ങൾ ചെന്നപ്പം 2-3 വർഷം മുന്നേ അല്ലേ. ഇപ്പം വല്ല ശരിയായി കാണുമോന്ന് അറിയത്തില്ല. എന്നാലും നമ്മളെ റോഡിന്റെ അത്രയും നല്ല റോഡൊന്നും അല്ല, മോശമാണ്. നമ്മളത് ഹൈവേ എന്നൊക്കെ മാറി സ്റ്റേറ്റ് ഹൈവേയിലേക്ക് ഇറങ്ങി. നമ്മുടെ കന്നഡ ഗ്രാമങ്ങളിൽ കൂടെയാണ് പോകുന്നത്. 2 സൈഡ് നല്ല കാപ്പിത്തോട്ടമാണ്. പക്ഷെ ഒരു വനത്തിൽ കൂടെ പോകുന്ന പോലെ തോന്നുന്നു അല്ലേ. ഇതേ വേലൂര് സോമർപേട്ട് റോഡാ. ഇതേട്ടോ, ഇത് കുരുമുളകും ഉണ്ട് സൈഡില്. ഇവിടെ ഫോറസ്റ്റ് ഏരിയ ഉണ്ട് ഇതിന്റെ അടുത്ത്. ആനക്കാട് ഫോറസ്റ്റ് റീജിയന്റെ അടുത്ത ഏരിയ. ഇപ്പൊ ഈ 2 സൈഡിലുണ്ടല്ലോ കോഫി എസ്റ്റേറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ എല്ലാം. ഇത് ഫാത്തിമ ചർച്ച. നമ്മൾ ഇടുക്കിക്ക് പോകുമ്പോ ഏലം നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ 2 സൈഡും കാപ്പിത്തോട്ടം. അതെ എന്ന് പറഞ്ഞാൽ ഏലക്കാരനകത്തോടെ പോയാൽ മൊത്തം വനമാണെന്നേ നമ്മൾ തോന്നുള്ളൂ. വെളിയിൽ നിന്നാ മൊത്തം മരങ്ങളല്ലേ. ഇത് അതുപോലെ തന്നെ ഇഷ്ടംപോലെ വലിയ മരങ്ങളുണ്ട്. ഒരു ക്ഷേത്രക്കുളമാണല്ലോ ഇത്. നല്ല രസമുണ്ടല്ലേ. എന്ത് പടവുകളാന്ന് നോക്കിയേ. വെള്ളമുണ്ടല്ലേ. വെള്ളമുണ്ട്.
വെള്ളം കുറവാ ഉണ്ട്. അപ്പോൾ ഇത് ബേലൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്, ബേലൂർ. അപ്പം ഇനിയിപ്പോഴേ നമുക്ക് വണ്ടി ലോഡ് ഇന്ന് കയറ്റുകയില്ല കേട്ടോ, തീരുമാനമായി. ഇനി നാളെ കയറ്റുമോ എന്നുള്ള കാര്യം പുള്ളി വിളിച്ചിട്ട് ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞു. കമ്പനി എന്തോ നാളെ അവധിയാണ്. അപ്പം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്നെങ്കിൽ സ്റ്റേ ചെയ്യാം, പിന്നെ നാളെ കയറ്റുമെങ്കിൽ കമ്പനിയുടെ അടുത്തോട്ട് പോയി കിടക്കാമായിരുന്നല്ലേ. നാളെ കയറ്റുമെന്നുള്ള കാര്യം കൺഫേം ആവോ നോക്കാം. അപ്പം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒതുക്കാം. ഇത് നല്ല അത്ര ഞാനോർത്ത് ഇത് ചെറിയൊരു സിറ്റിയാണ്, പക്ഷേ അത്ര ചെറിയ സിറ്റിയല്ല, എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സിറ്റിയാണ്. ബേലൂർ ബസ് സ്റ്റാൻഡ്, KSRTC ബസ് സ്റ്റാൻഡ്, വലിയ ബസ് സ്റ്റാൻഡാണല്ലോ. എന്താണല്ലോ കാര്യത്തിന് തീരുമാനമായി. നാളെ ലോഡ് കയറ്റുകയല്ലേ, കമ്പനി അവധിയാണ്. നാളെ കഴിഞ്ഞേ കയറ്റുള്ളൂ. അപ്പം നമുക്ക് എവിടെയെങ്കിലും പോയി സ്റ്റേ ചെയ്യാം. എൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞാൽ ചേറ്റി വന്നിരിക്കുക, ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കപ്പിച്ച. അതുകൊണ്ട് ഞങ്ങളിവിടെ വണ്ടിയൊക്കെ സേഫായിട്ട് അവരുടെ ഒതുക്കി ഇട്ടു. ഇപ്പം എന്നാൽ പിന്നെ എല്ലാം കഴിച്ചു കിടന്ന് ഇറങ്ങിയേക്കാം. അടുത്തൊരു കടയുണ്ട്. ബാക്കി ഗുഡ് നൈറ്റ്.